നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മതിലകം ഓണച്ചമാവിൽ ബൈക്കുകൾ കത്തിച്ച കേസിൽ 2 BJP പ്രവർത്തകരെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. നാട്ടിക മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘത്തിന്റെ പുതിയ ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധിയിൽ നിന്നുള്ള ധനസഹായം വിതരണം ചെയ്തു. വാർത്തകൾ വിശദമായി. മതിലകം ഓണച്ചമാവിൽ ബൈക്കുകൾ കത്തിച്ച കേസിൽ 2 BJP പ്രവർത്തകരെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. മതിലകം പാപ്പിനിവട്ടം സ്വദേശി കുടിലിങ്കൽ പ്രജിത്ത്, ഓടച്ചമാവ് സ്വദേശി അടിപ്പറമ്പിൽ അഭിലാഷ് എന്നിവരെയാണ് മതിലകം SI MK ഷാജിയും സംഘവും അറസ്റ്റ് ചെയ്തത്. അക്രമത്തിന് പിന്നിൽ രാഷ്ട്രീയ വൈരാഗ്യമില്ലെന്നും 2 പേർ കൂടി ഈ കേസിൽ പിടിയിലാവാനുണ്ടെന്നും പോലീസ് പറഞ്ഞു. മെയ് 1 പുലർച്ചെ 2 മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം. BJP പ്രവർത്തകനും പ്രവാസിയുമായ പൊയ്യാറ ഉണ്ണികൃഷ്ണന്റെ വീടിന് നേരെയായിരുന്നു ആക്രമണം ഉണ്ടായത്. വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന 2 ബൈക്കുകൾ അക്രമി സംഘം തീവെച്ച് നശിപ്പിക്കുകയായിരുന്നു. വീടിന്റെ പോർച്ചിൽ വെച്ചിരുന്ന ആക്ടീവ പ്ലഷർ ബൈക്കുകളാണ് കത്തിയമർന്നത്. തീവെപ്പിൽ വീടിന്റെ ജനലുകൾ പൊട്ടിത്തകരുകയും ചെയ്തിരുന്നു. സംഭവ ദിവസം രാത്രി തൊട്ടടുത്ത 1-ാം കല്ലിനടുത്ത് മദ്യപിച്ചിരുന്ന സംഘം പരിസരത്തെ ഷാബു എന്നയാളുടെ വീടിന് മുന്നിൽ വെച്ചിരുന്ന ബൈക്കിൽ നിന്നും പെട്രോൾ ഊറ്റിയെടുത്ത് മദ്യക്കുപ്പിയിലാക്കിയ ശേഷം ഉണ്ണികൃഷ്ണന്റെ വീട്ടിലെത്തി ബൈക്കുകൾക്ക് തീയിടുകയായിരുന്നുവെന്നും ഉണ്ണികൃഷ്ണനുമായുണ്ടായിരുന്ന വസ്തുതർക്കമാണ് സംഭവത്തിന് പിന്നിലെന്നും പോലീസ് പറഞ്ഞു. സംഭവത്തിന് ശേഷം BJP നടത്തിയ പ്രതിഷേധ പ്രകടനത്തിലും ഇവർ പങ്കെടുത്തിരുന്നു. തീവെപ്പ് സംഭവം മറ്റു പാർട്ടികൾക്ക് മേൽ ചാരി രാഷ്ട്രീയ കലാപമുണ്ടാക്കാൻ ശ്രമിച്ചതിനും ഇവർക്കെതിരെ മതിലകം പോലീസ് കേസെടുത്തിട്ടുണ്ട്. മതിലകം മേഖലയിൽ തുടർച്ചയായി അക്രമങ്ങളുണ്ടായതിനെ തുടർന്ന് ഇരിങ്ങാലക്കുട DYSP PA വർഗീസിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിൽപ്പെട്ട CI സതീഷ് N ശങ്കർ, SI MK ഷാജി, അഡീഷണൽ SI ജഗത് ചന്ദ്രമോഹൻ, നജീർ, ശ്രീകാന്ത്, പോലീസുകാരായ ഹബീബ്, മുഹമ്മദ് അഷറഫ്, ഗോപി സേവ്യർ എന്നിവരാണ് പ്രതികളെ പിടികൂടിയത്. പ്രതികളെ സംഭവ സ്ഥലത്ത് കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി. നാട്ടിക മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘത്തിന്റെ പുതിയ ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. വൈകിട്ട് നാട്ടിക ബീച്ചിൽ നടന്ന ചടങ്ങിൽ ഫിഷറീസ് എക്സൈസ് വകുപ്പ് മന്ത്രി K ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ അധ്യക്ഷത വഹിച്ചു. മത്സ്യത്തൊഴിലാളികൾക്കായുള്ള ഭവന നിർമ്മാണ പദ്ധതിയിൽ ഈ വർഷം 3450 വീടുകൾ നൽകുമെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. ഇതിനായി 150 കോടി രൂപ ഇതിനകം പാസാക്കിയതായും മന്ത്രി കൂട്ടിച്ചേർത്തു. സംസ്ഥാന ഗവൺമെന്റ് മത്സ്യഫെഡിന് കൊടുക്കാനുള്ള മിക്കവാറും കുടിശ്ശികകൾ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് കുടിശ്ശിക ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ 100 കോടി രൂപ ഇവർക്ക് വായ്പ ദേശീയ സഹകരണ ബാങ്കിൽ നിന്ന് വായ്പ എടുക്കാൻ ഗവൺമെൻറ് ഗ്യാരണ്ടി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ക്യാബിനറ്റ് അത് ക്ലിയർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ മത്സ്യഫെഡിൻ്റെ പ്രവർത്തനം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി 100 കോടി രൂപ വായ്പ എടുക്കാൻ വേണ്ടി അവർക്ക് ഗവൺമെൻറ്റിൻ്റെ ഗ്യാരണ്ടി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഫിഷറീസ് മേഖലയിൽ ഇനിയും ധാരാളം പ്രശ്നങ്ങളുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം മത്സ്യത്തൊഴിലാളി മേഖലയിൽ വളരെയേറെ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചു എന്നുള്ളതിൽ അങ്ങേയറ്റം ചാരിതാർത്ഥ്യമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തീരദേശത്തൊരു ഭവന വിപ്ലവം തന്നെ നടത്താൻ സാധിച്ചു എന്നുള്ളതാണ്. ഗീതാ ഗോപി MLA ഗോഡൌൺ ഉദ്ഘാടനം നിർവഹിച്ചു. മുൻ MLA വി ദിനകരൻ മത്സ്യബന്ധന വായ്പാ വിതരണവും 9 വനിതാ ഗ്രൂപ്പുകൾക്ക് 18,25,000 രൂപയുടെ വായ്പാ വിതരണവും നടത്തി. മത്സ്യത്തൊഴിലാളി ചെയർമാൻ ഉമ്മർ ഓട്ടുമ്മൽ കായിക പ്രതിഭകളെയും ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് MK അബ്ദുൽ സലാം മികച്ച വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ദിലീപ് കുമാർ, KD മീരാഭായ്, AM അലാവുദ്ദീൻ, CM നൌഷാദ്, സജു ഹരിദാസ്, KP സുഗ്ദാസ്, PR കറപ്പൻ, VR വിജയൻ, VV വിജയൻ തുടങ്ങി വിവിധ രാഷ്ട്രീയ കക്ഷി പ്രവർത്തകരും ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധിയിൽ നിന്നുള്ള ധനസഹായം വിതരണം ചെയ്തു. രോഗചികിത്സാ സഹായമായി തൊഴിലാളികളായ MK സുരേഷ്, MA ശിവദാസൻ എന്നിവർക്ക് ധനസഹായം സംസ്ഥാന മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഡയറക്ടർ AM അലാവുദ്ദീൻ നിർവഹിച്ചു. മത്സ്യത്തൊഴിലാളികൾക്ക് നടത്തപ്പെടുന്ന ചികിത്സാ ധനസഹായ പദ്ധതിയാണ് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ചികിത്സാ സഹായം നേരത്തെയൊക്കെ കുറേ കാലങ്ങൾ വൈകി എത്രയും പെട്ടെന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് എത്ര ക്വിക്ക് സഡൻ ആക്ഷനിലാണ് ഇപ്പോൾ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്കുള്ള എല്ലാ ധനസഹായങ്ങളും ഉണ്ട്. ഒരു കാരണവശാലും വൈകാണ്ട് നമ്മൾ മത്സ്യത്തൊഴിലാളികളെ ചികിത്സാ സഹായമായാലും മറ്റ് ഏത് അപേക്ഷകൾ സഹായമായാലും
എത്രയും പെട്ടെന്ന് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ എല്ലാ FAO ഓഫീസുകൾക്കും നമ്മൾ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കയ്പമംഗലം ഫിഷറീസ് ഓഫീസർ ജിത അധ്യക്ഷത വഹിച്ചു. മണികാവുങ്ങൽ, സയ്യിൽ അറയ്ക്കൽ, KK ശക്തിധരൻ, KK തമ്പി, PT രാമചന്ദ്രൻ എന്നിവർ സന്നിഹിതരായിരുന്നു. കയ്പമംഗലം പ്രജ്വല ആതുര സഹായ സമിതിയുടെ ക്യാൻസർ രോഗികൾക്കായുള്ള പ്രതിമാസ ചികിത്സാ ധനസഹായ വിതരണവും നിരാലംബരായ അമ്മമാർക്കുള്ള പെൻഷൻ പദ്ധതിയുടെ ഉദ്ഘാടനവും ബുധനാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രജ്വല ആതുര സേവാ സമിതിയുടെ ഒരു ചെറിയ പ്രസ്ഥാനത്തിൽ നിന്ന് തുടങ്ങി ആ ലക്ഷ്യം നാളെ വൈകിട്ട് 4 മണിക്ക് ഇവിടെ പൂർത്തിയാവണം. 35ഓളം ക്യാൻസർ രോഗികൾക്ക് എല്ലാ മാസവും മരുന്നിനുള്ള സഹായവും 20 അമ്മമാർക്ക് മാസത്തിൽ അവർക്ക് മരുന്നിനുള്ള സഹായവും നാളെ 4 മണിക്ക് നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗത്തിൽ ഉദ്ഘാടനം നടത്തി S സുനിൽകുമാർ നമ്മുടെ MLA ഉദ്ഘാടനം ചെയ്യുകയാണ്. അതിനൊപ്പം തന്നെ നമ്മുടെ പ്രശസ്ത സിനിമാ നടൻ കലാഭവൻ മണി വളരെ സന്തോഷത്തോടുകൂടി അവർക്കുള്ള ധനസഹായ വിതരണം ചെയ്യുന്നു. വൈകിട്ട് 4 മണിക്ക് കാരാപ്പുള്ളി ക്ഷേത്ര പരിസരത്ത് നടക്കുന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിക്കും. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത ബാബു അധ്യക്ഷത വഹിക്കും. ഫാദർ ഡേവിസ് ചിറമ്മൽ മുഖ്യപ്രഭാഷണം നടത്തും. സിനിമാ നടൻ കലാഭവൻ മണി ധനസഹായ വിതരണം ഉദ്ഘാടനം ചെയ്യും. KPCC സെക്രട്ടറി TV രാധാകൃഷ്ണൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PB താജുദ്ദീൻ, മതിലകം SI MK ഷാജി, ദമയന്തി ദാസൻ, ജാൻസി റാഫേൽ എന്നിവർ പങ്കെടുക്കും. ഭാരവാഹികളായ KK പ്രതാപൻ, ശാന്തി, മണിലാൽ കളാമ്പുരയ്ക്കൽ, രാജീവ്, ശാന്തി ഈരേക്കാട്ട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനിയൊരു ഇടവേള.